എല്ലാവർക്കും സുഖമല്ലേ? വലിയ സന്തോഷം. ഓരോ തവണയും ഓരോ പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കോഴിക്കോട് വരുന്നുണ്ട്. ഞാൻ ഈ മാളിൽ ആദ്യമായിട്ടാണ്. ശരിക്കും സിനിമ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ഒരു സിനിമ വിശേഷങ്ങളുമായിട്ട് വരുന്നത് ശരിക്കും ആ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ അത് കാണാൻ വരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ അവരുടെ മുമ്പിലേക്ക് ഏത് തരത്തിലുള്ള സിനിമയാണ് എന്ന് പറയാനാണ് നമ്മൾ ഇങ്ങനെയുള്ള വേദികൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ കേരളത്തിലെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിക്കുന്ന മൂന്നായിട്ടാണ്: കൊച്ചി, മലബാർ, ട്രാവൻകൂർ, തിരുവിതാംകൂർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളിൽ ചെന്ന് ഇപ്പോൾ പുതിയ രീതിയിൽ നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ ഒരു സിനിമ കുടുംബം പൂർണ്ണമാകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരും കൂടി അടങ്ങുമ്പോഴാണ്. അപ്പോൾ ഇത്രയും വലിയ കേരളത്തിലെ വലിയൊരു കുടുംബത്തിലെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു കൊച്ചു സിനിമ വലിയ ക്യാൻവാസിലെടുത്തിരിക്കുന്നതാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. 1986 നടന്ന കേരളത്തിലെ ഞെട്ടിച്ച തങ്കമണി എന്ന ഗ്രാമത്തിലുണ്ടായ ആ ഗ്രാമീണരുടെ വേദനയും ഒക്കെ നമ്മൾ പത്രങ്ങളിലാണ് പണ്ട് വായിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ സിനിമയിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലായത്. ഞാൻ ചെയ്യുന്ന ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സംവിധായകൻ തങ്കമണിയെ തുറന്നു കാണിക്കുന്നത്. ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമയെ ഒരു പൂർണ്ണ രൂപത്തിലാക്കുന്നതും ഞങ്ങളുടെ അടുത്ത് നിന്ന് കഥ പറയുന്നതുമല്ല. ഇതൊരു റിയൽ ഇൻസിഡൻറ്റും ഫിക്ഷനെ കൂടി മിക്സ് ചെയ്തൊരു കലാരൂപമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, കാരണം ഇന്ന് മലയാള സിനിമയെ നിർത്തുന്നതിൽ ആദ്യത്തെ പങ്കുള്ളത് ചെറുപ്പക്കാർക്ക് തന്നെയാണ്. അത് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. കാരണം തിയേറ്ററിൽ തിയേറ്ററിൽ നിറയ്ക്കുന്നത് എല്ലാം ആ ആവേശമാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇത് കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമ തന്നെയാണ്. കാരണം ഇതിൽ പറയുന്നത് കുടുംബത്തിൻ്റെ കഥ കൂടിയാണ്. അപ്പോൾ ഈ സിനിമ മാർച്ച് 7 നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഏരിയയിലെ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ ഞങ്ങളൊരു ക്ഷണക്കത്തുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററിൽ മാർച്ച് 7 ഈ സിനിമ കാണുക. നിങ്ങൾ ഈ സിനിമ കണ്ട് വിജയിച്ചാലേ എനിക്ക് ഭാവിയിലേക്ക് നിങ്ങളെ ചിരിപ്പിക്കാനുള്ള സിനിമ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ തിയേറ്ററിലേക്ക് വരണം. ഇല്ല പ്രൊഡ്യൂസർമാർ പിന്നെ എനിക്ക് പണം തരൂല. അതാ ഒരുപാട് നിങ്ങളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ച് കഴിഞ്ഞ 28-29 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നേരിട്ട് വന്ന് ഓരോന്നിനും നന്ദി പറയുകയാണ്. അപ്പോൾ ഈ സിനിമ വലിയൊരു വിജയമാകുമ്പോൾ ഇനി ഞാൻ നന്ദി പറയാൻ വരും. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാവണം. നമ്മൾ ഇതുപോലെ കണ്ടുകൊണ്ടേയിരിക്കും. ഈ സിനിമയിൽ അഭിനയിച്ച കുറച്ച് താരങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. മനോജ് കെ ജയൻ, സിദ്ദിഖ് തുടങ്ങി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അന്യഭാഷാ ചിത്രങ്ങളിലെ നമ്മളെ ഒരുപാട് സിനിമകളിൽ എന്താ പറയുക, വില്ലൻ വേഷത്തിലും അല്ലാത്ത കഥാപാത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങൾ വന്നിട്ടുള്ള ജോൺ വിജയ്, സമ്പത്ത് റാം തുടങ്ങിയ ഒരുപാട് താരങ്ങൾ. നിങ്ങൾക്ക് ജോൺ വിജയിനെ അറിയാം. തമിഴ് പടങ്ങൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ലൂസിഫറിൽ വന്ന ലാലേട്ടൻ കാലൊക്കെ പൊത്തി വെച്ച അറിയാലോ ജോൺ വിജയിനെ, അല്ലേ? അറിയാം. അതുപോലെ മാളിയപ്പുറത്തിലെ സമ്പത്ത് റാം എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതുപോലെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതിൽ വേറൊരു പ്രധാന നായിക പ്രണീത സുഭാഷ് എന്ന് പറഞ്ഞ ഒരു നായിക കൂടിയുണ്ട്. അവർ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലുള്ള ഒരാളാണ്. എല്ലാവരും കൂടിയ ഒരു സിനിമയാണ് തങ്കമണി.
ഈ തങ്കമണിയെ നിങ്ങൾ സ്വീകരിക്കണം. കാരണം ഇത് മനുഷ്യ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന സിനിമയാണ്. അപ്പം നിങ്ങളൊക്കെ കാണുക. ഞാൻ നിങ്ങളെ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.